ദമ്പതികളായ കേശവും അമൃതയും കൂടെ തന്റെ വിവാഹത്തിന്റെ 5ാം വാർഷികം ആഘോഷിക്കാൻ ശ്രീലങ്കയിലെത്തുന്നു. എന്നാൽ നല്ലൊരു അന്തരീക്ഷത്തിലല്ല അവർ വന്നിറങ്ങുന്നത്. സാമ്പത്തിക മാന്ദ്യം ശ്രീലങ്കയെ വലിഞ്ഞു മുറുക്കിയ നാളുകൾ. എന്നാൽ സഞ്ചാരികളായ കേശവിനെയും അമൃതയെയും അതൊന്നും ബാധിക്കുന്നില്ല. അതിനെല്ലാം പ്രത്യേക കാരണങ്ങളുമുണ്ട്. പറഞ്ഞു വരുന്നത് പ്രസന്ന വിതാംഗയുടെ സംവിധാനത്തിൽ റോഷൻ മാത്യു, ദർശന രാജേന്ദ്രൻ എന്നിവർ കേന്ദ്ര കഥാപാത്രമായി വന്ന പാരഡൈസ് എന്ന ചിത്രത്തെക്കുറിച്ചാണ്. സ്ലോ പേസിൽ പോകുന്ന ചിത്രമായതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. എന്നാൽ ചിത്രത്തിനൊപ്പം സഞ്ചരിക്കാനായാൽ മനോഹരമായ സിനിമാ അനുഭവം തരാൻ പാരഡൈസിന് സാധിക്കും. സിനിമ ചൂണ്ടിക്കാണിക്കുന്ന നിരവധി കാര്യങ്ങളുണ്ട്, പക്ഷെ പലതും ഇൻഡയറക്റ്റ് ആയിട്ടാണ് കാണിക്കുന്നത്. ചിത്രം നിരവധി ലെയറുകളിലൂടെയാണ് പോകുന്നത്. അത് മനസ്സിലാക്കി സിനിമയുടെ ട്രാക്കിൽ കയറിയാൽ പാരഡൈസ് നല്ലൊരു ചിത്രമാണ്. ഇല്ലെങ്കിൽ ചിത്രം വൻ ലാഗ് ഫീൽ ചെയ്യാനുള്ള സാധ്യതയും ഉണ്ട്. റോഷൻ മാത്യു, ദർശന രാജേന്ദ്രൻ എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങൾ. കഥാപാത്രം ഡിമാൻഡ് ചെയ്യുന്ന രീതിയിൽ തന്നെ അവർ കിട്ടിയ വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്. ഓരോ കഥാപാത്രങ്ങൾക്കും പ്രത്യേകം ലെയറുകൾ കാണാം. പുറമേ കാണുന്നത് മാത്രമല്ല, അതിനപ്പുറം അവർ പലതും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. എന്നാൽ ഇവർക്ക് പുറമെ ശ്യാം ഫെർണാണ്ടോ, ആൻഡ്രൂ എന്ന കഥാപാത്രവും അതുപോലെ മഹേന്ദ്ര പെരേര പോലീസ് ഓഫീസറുടെ കഥാപാത്രവും ചെയ്തത് വളരെ മനോഹരമായിട്ട് തന്നെയാണ്. തന്നിലെ നിസ്സഹായതയും അതുപോലെ തന്നെ തമിഴ് വംശത്തോടുള്ള തന്റെ സമീപനവുമെല്ലാം നന്നായിട്ട് തന്നെ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. രാജീവ് രവിയാണ് ചിത്രത്തിന്റെ ഛായാഗ്രഹണം. നന്നായിട്ട് തന്നെ അത് ചെയ്തിട്ടുണ്ട്. ശ്രീലങ്കയുടെ സൗന്ദര്യം പല രീതിയിൽ അദ്ദേഹം സ്ക്രീനിൽ എത്തിക്കുന്നുണ്ട്. പശ്ചാത്തല സംഗീതവും നല്ല രീതിക്ക് തന്നെ വന്നിട്ടുണ്ട്. എന്നാൽ എല്ലാവർക്കും എല്ലാ സിനിമകളും ഇഷ്ടപ്പെടണമെന്നില്ല. ഇത്തരം സിനിമകൾ കാണാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായും തിയേറ്ററിൽ തന്നെ കണ്ട് ആസ്വദിക്കാൻ ശ്രമിക്കുക.